വീട്ടമ്മമാർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് പാത്രങ്ങൾ കഴുകാനും സിങ്ക് വൃത്തിയാക്കാനും വിളക്ക് തേക്കാനും ഒക്കെ നല്ല ഈസി ആയിട്ടുള്ളൊരു ലിക്വിഡ് ഉണ്ടാക്കാമേ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണും. ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താമസിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം. ഈ ഒരു ലിക്വിഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ പഴകി കിടക്കുന്ന നാരങ്ങകൾ കാണത്തില്ലേ, ചിലപ്പം ഉണങ്ങി കിടക്കും അങ്ങനത്തെ നാരങ്ങകൾ. അപ്പോൾ ഇത് മുറിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാനൊരു 1-1.5 മണിക്കൂറോളം വെള്ളത്തിൽ ഇങ്ങനെ കുതിർത്തിട്ടിട്ടുണ്ടായിരുന്നേ. ചുളിഞ്ഞ് കിടന്ന നാരങ്ങയും പിന്നെ അരമുറി നാരങ്ങയും പിന്നെ പകുതി മുറിച്ചതിൻ്റെ അങ്ങനെ എന്താണ്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതായിരുന്നേ. അതൊക്കെ വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്ത് വീർത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിത് മുറിക്കാനായിട്ട് വലിയ പാടൊന്നുമില്ല, അല്ലെങ്കിൽ കൈയൊക്കെ മുറിയും, കാരണം ഭയങ്കര കട്ടിയായിട്ടിരിക്കും. അതുകൊണ്ടാണേ. ഇനി നമുക്കിത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് നുറുക്കി വയ്ക്കാം. നല്ലൊരു എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കുണ്ടല്ലോ ഇത് നന്നായിട്ടിങ്ങനെ തിളപ്പിച്ചെടുക്കണം. നന്നായിട്ടിങ്ങനെ വെന്ത് വരണം. ആ ഒരു സമയം ആകുന്നത് വരെ നന്നായിട്ടിങ്ങനെ തിളപ്പിച്ചെടുക്കണേ. അപ്പോൾ ഞാനിത് മൊത്തം ഇട്ട് കൊടുത്തിട്ട് ഗ്യാസ് ഓണാക്കാൻ പോവാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ചെറിയ തീയിൽ വെച്ചിരുന്നാൽ മതി. ഇത് ചെറിയ പാത്രവും കൂടെ അല്ലേ, ഒത്തിരി വലിയ തീ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കവിഞ്ഞങ്ങ് പോവും. അതുകൊണ്ടാണ്. അങ്ങനത്തെ ഇതൊക്കെ നന്നായിട്ടിങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാനായിട്ടങ്ങ് മാറ്റി വയ്ക്കാമേ. പെട്ടെന്ന് തന്നെ നമുക്കത് തയ്യാറാക്കാം കേട്ടോ. ഇതേപോലത്തെ ഒരു ഐറ്റം വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസിൻ്റെ അവിടെ വൃത്തിയാക്കാനും അതുപോലെ സിങ്ക് ക്ലീൻ ആക്കാനും ഒക്കെ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ഇത് നമുക്ക് ഉപയോഗശൂന്യമായിട്ട് വലിച്ച് കളയുകയും വേണ്ട. ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ഇങ്ങനെ അരച്ചെടുക്കണേ. അപ്പം ഇതിൻ്റെ ആ ഒരു വെള്ളം ബാക്കി വന്നത് ഞാനിപ്പം ഒഴിക്കാതെ ആദ്യം നമ്മുടെ നാരങ്ങ മാത്രം ഒന്നിങ്ങനെ അരച്ചെടുക്കുവാണ്. നല്ല വട്ടുകനെ ഇങ്ങനെ അരച്ചെടുക്കണേ. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ ബാക്കി എടുത്ത് വെച്ചിട്ടുള്ള വെള്ളമില്ലേ, അതും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടി അരച്ചെടുക്കുവാണേ. നമ്മൾ ആദ്യമേ ഫുള്ള് വെള്ളവും കൂടെ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് ഓവറായിട്ടത് കവിഞ്ഞങ്ങ് പോവും. അതുകൊണ്ടാണ്. നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് ഇതുപോലെ അരച്ചെടുക്കണം. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് വാങ്ങി വെക്കാം. ഞാനത് നാരങ്ങ തിളപ്പിക്കാനെടുത്ത പാത്രം തന്നെയാണ്. അതിലേക്ക് നമുക്കിത് മൊത്തവും ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ മിക്സി അതിലിങ്ങനെ പറ്റി പിടിച്ചിരിക്കുമല്ലോ, അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളവും കൂടെ നമ്മൾ ഒഴിച്ചിട്ട് അത് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അതും കൂടി ഇതിലേക്ക് നമുക്ക് തിളപ്പിച്ച് ഒഴിച്ചു കൊടുക്കണം. പച്ചവെള്ളം ഒഴിക്കരുത്, ഇത് പെട്ടെന്ന് ചീത്തയായി പോവും. ഇനിയുണ്ടല്ലോ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ മേടിച്ച് വെച്ചേക്കത്തില്ലേ ഇതേപോലത്തെ ലിക്വിഡ്, വിമ്മിൻ്റെ. ഇത്രയും വലിയത് മേടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് മാത്രം ചെറിയ പൗച്ച് മേടിക്കാൻ കിട്ടും. അത് 20 രൂപയോ 25 രൂപയോ എങ്ങാണ്ടാന്ന് തോന്നുന്നു കേട്ടോ. അതായാലും മതി. അത് ഫുള്ള് നമ്മൾ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ചൊഴിച്ചാൽ മതി. അപ്പോൾ ആ ചൂടുവെള്ളം കൂടി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം തണുത്തതിന് ശേഷം ഏതെങ്കിലും പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാക്കി പുറത്ത് തന്നെ വെച്ചിരുന്നാൽ മതി കേട്ടോ. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. പച്ചവെള്ളം ഒഴിച്ചാൽ ചളിച്ച് പോകും. ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തതുകൊണ്ടാണ് നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കാതെ പുറത്ത് തന്നെ വെക്കുന്നത്. ഇനി ഈ ഒരു പാത്രം ഞാൻ കാണിച്ചു തരാം. ഇത് നന്നായിട്ടിങ്ങനെ കഴുകിയെടുക്കാമേ. കുറച്ചെടുത്തിങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം ഏതെങ്കിലും സ്ക്രബ്ബർ കൊണ്ട് നന്നായിട്ടിങ്ങനെ ഉരച്ച് കഴുകിയെടുത്താൽ മതി. അത്യാവശ്യം നന്നായിട്ട് അഴുക്കൊക്കെ പോവും. പിന്നെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ അടുക്കള പണിയൊക്കെ കഴിഞ്ഞിട്ട് രാത്രി സിങ്കൊക്കെ ക്ലീൻ ആക്കുമ്പോൾ ഉണ്ടല്ലേ, ഇത് ഒരു സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ട് കഴുകണമെന്നുണ്ടെങ്കിൽ നല്ല മണവും കാണും. അതുപോലെ തന്നെ ആ ഒരു വഴുവഴുപ്പും അഴുക്കും ഒക്കെ പോവുകയും ചെയ്യും. ഈ ഒരു വീഡിയോ വീട്ടമ്മമാർക്കൊക്കെ എന്തായാലും ഉപയോഗപ്രദമാകുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുകയും കൂടെ വേണേ, തുടക്കം തൊട്ട് ലാസ്റ്റ് വരെയും കാണണം. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ വെളുത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.